ഓരോ കേരളീയനും ഓരോ മലയാളിക്കും ഓണമെന്നാൽ ഗ്രഹാതുരത്വം നിറഞ്ഞ കുറേയധികം ഓർമ്മകളും ആഘോഷങ്ങളും ഒക്കെയാണ്. സമൂഹത്തിലെ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒറ്റ കുടക്കീഴിൽ ചേർത്ത് നിർത്തി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം വിളിച്ചോതി ആർ പ്രേംകുമാർ എന്ന അമരക്കാരൻ്റെ നേതൃത്വത്തിൽ BLM സൊസൈറ്റി തിമിർത്തോണം വിത്ത് പ്രേംജി ഓണാഘോഷം വിവിധ പരിപാടികളോടെ ഇങ്ങ് കണ്ണൂരിൽ പൊടി പൊടിക്കുകയാണ്. ജീവിതം പറഞ്ഞാൽ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഈ BLM എന്ന് പറഞ്ഞ ഈ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിന് ദൈവം പോലെ നമുക്ക് തന്നിരിക്കുന്ന കാത്തുകൾ. ഇന്ന് ഏറ്റവും വലിയ ഈ ഓണാഘോഷം സന്തോഷം നമ്മളെ പ്രസിഡന്റ് മൂർത്തി പറഞ്ഞ പോലെ പാട്ടും ആട്ടവും ഡാൻസും ഇന്ന് മറന്നു വന്ന് സന്തോഷിക്കാൻ വലിയൊരു അവസരമായി. എന്നെ ഇവർ വിളിച്ച സമയത്ത് ഞാൻ സുനിൽ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, കണ്ണൂർ ആൾക്കാർ ഉത്സവം എന്ത് ഒരു സന്തോഷം കാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഉള്ളുകൊണ്ട് ഏറ്റുകാൻ സന്തോഷമായിട്ട് നമുക്ക് തരുന്ന തിരിച്ചു തരുന്ന ഒരു സ്നേഹമുള്ള കൂട്ടമുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ണൂർ ജനങ്ങളാണെന്ന് പറയും. ബിരുദായാലും ശരി, ഒരു വീട്ടിൽ പോയാൽ ഭക്ഷണം കൊടുക്കാനായാലും ശരി, സ്നേഹമായാലും ശരി, മനസ്സറിഞ്ഞ് തരുന്ന കണ്ണൂർ ജനങ്ങളെ കാണാൻ വേണ്ടി ഓണത്തിന് പ്രശ്നമായിട്ട് വന്നതാണ്. എത്ര വർഷമായിട്ട് BLM ഉണ്ട്? 3.5 വർഷമായിട്ടുണ്ട്. 3.5 വർഷം BLM ഓണത്തിന് വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് BLM ഓണത്തിന്റെ പ്രത്യേകതയും അല്ലാത്ത ഓണത്തിന്റെ പ്രത്യേകത? BLM വന്നതിന് ശേഷം ഒന്നും കൂടി അടിപൊളിയാണ് ഓണം. ആണ്. എന്താണ് ചെയർമാനെ പറ്റി പറയുന്നത്? ഓണത്തിന് ഏതായാലും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട്, നല്ല അഭിപ്രായമാണ്. നല്ല ദൈവതുല്യനായ മനുഷ്യനാണ്. BLM വന്നിട്ട് നല്ല അഭിപ്രായം. നല്ലതാണ്. 1.5 വർഷം ആയിട്ടില്ലെങ്കിലും നല്ല വരുമാനമായാലും വർക്ക് ചെയ്യാനുള്ള താല്പര്യം, കീഴിലുള്ള ആൾക്കാരോടുള്ള ഇത് മമതയും, പിന്നെ എവിടെയും കാണാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലാ സ്നേഹം, പരസ്പര സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ഒരു ഐക്യത അത് ഇതിൽ വന്നിട്ടാണ് കിട്ടിയത്. മറ്റെവിടെയും അടിയും തമ്മിലടിയും ഉണ്ടാവും, ഇവിടെ നല്ലൊരു ഐക്യത ഉണ്ടായത്. ഇത്രയും നല്ല സൂപ്പറാണ് BLM. ഇനിയും വളർച്ചയിലെടുത്തു. എത്ര വർഷമായി BLM ഉണ്ടായിട്ട്? വന്നിട്ട് ഇപ്പം 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷമായിട്ട് എങ്ങനെയായിരുന്നു BLM ഓണം? അടിപൊളിയാണ്. ഞങ്ങൾ ബ്രാഞ്ചിൽ ശ്രീകണ്ഠപുരം ബ്രാഞ്ചാണ്. ബ്രാഞ്ചിൽ ഓണം ഘോഷിക്കും. സദ്യ ഉണ്ടാകും, പൂക്കളം ഇടും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വീട്ടിലത്തെ ഓണം എങ്ങനെയാ? വീട്ടിൽ ഓണം എന്ന് പറയാനായിട്ട് ഞാൻ പുറത്തായിരുന്നു, 26 വർഷമായിട്ട് പുറത്തായിരുന്നു. അപ്പം ഓണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ നാട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം ആകുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ശരിക്കും ഓണമൊക്കെ ഘോഷിക്കുന്നത്. BLM വന്നിട്ട് ശേഷമുള്ള ഓണം എങ്ങനെയുണ്ട്? നല്ല സന്തോഷമാണ്. കാരണം മൂടിയായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതമാണ്. മക്കളൊക്കെ വെളിയിലോട്ട് പോയി ഒറ്റപ്പെട്ടിരുന്നിടത്ത് ഒരു മൂടിയായിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഇതിനകത്തോട്ട് വന്നപ്പം നല്ല സൗഹൃദങ്ങൾ, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. നല്ല ഫ്രണ്ട്സ്. പിന്നെ എന്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ നമ്മൾക്ക് ഒരുപാട് നമ്മൾ മനസ്സുകൊണ്ടാണേലും ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ ഓരോ പ്രോഗ്രാം നടക്കുന്നിടത്ത് ഇതുപോലൊക്കെ നമ്മൾ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വരിക, പിന്നെ നിങ്ങളെപ്പോലെയുള്ളവരെ കാണുക, അതൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇതൊക്കെ തന്നെ ഓണം. അടിപൊളിയാവട്ടെ. പിന്നെ തീർച്ചയായിട്ടും. എന്തൊക്കെയുണ്ട് വിശേഷം? തിമിർത്തോണം എങ്ങനെയുണ്ട് നമ്മുടെ ഓണപരിപാടി BLMന്റെ? അടിപൊളിയല്ലേ. പിന്നെ വാക്കുകളുണ്ടോ പറയാൻ? ഇതിന്റെ അപ്പുറത്തൊരു വാക്കുണ്ടോ? തിമിർത്തോണം അല്ലേ. എങ്ങനെയുണ്ട് BLM വന്നതിന് ശേഷം ഓണമൊക്കെ? സൂപ്പറാണ്. ഓണം മാത്രമല്ല, എല്ലാം നല്ലതാണ്. BLM വന്നേ പിന്നെ വീട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാ വർഷവും. BLM വന്നതിന് ശേഷം എങ്ങനെയാണ് വീട്ടിൽ ആഘോഷിക്കുന്നതും BLM ആഘോഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? BLM ആഘോഷിക്കുന്നത് എല്ലാവരും ഉണ്ടല്ലോ.
കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട്. BLM-ലാണ് ഏറ്റവും കുടുംബാംഗങ്ങളുള്ളത്. ബന്ധുക്കൾ, ആൾക്കാരെല്ലാം, സഹോദരങ്ങൾ, കൂടപ്പുറപ്പുകളെല്ലാം BLM-ലാണുള്ളത്. അപ്പം BLM-ലാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ചേച്ചിയുടെ ഫാമിലി മൊത്തം BLM-ലുണ്ട്. ഭർത്താവ്, മക്കൾ, ഇത് രണ്ടുപേരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, നമ്മൾ BLM ഫാമിലി തന്നെ ആയാൽ പിന്നെ മൊത്തം നമ്മുടെ ഫാമിലി മൊത്തം BLM ആയി. കസ്റ്റമറായിട്ടും എല്ലാവരും BLM-ലുണ്ടാവുമല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും നമ്മളെ ബന്ധുക്കളെ വീട്ടിൽ നിന്ന് കൂട്ടാണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മളെ ബന്ധുക്കളും എല്ലാം നമ്മളെ BLM-ന്റെ ആൾക്കാർ തന്നെയല്ലേ. അപ്പം BLM കുടുംബാംഗങ്ങൾ തന്നെയല്ലേ കസ്റ്റമർ എല്ലാവരും. അപ്പം അവർ നമ്മളെ ദൈവം, കസ്റ്റമർ. അങ്ങനെ ഹാപ്പി ഓണം. ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? ആദ്യം ഇനി വരാൻ പോകുന്നുള്ളൂ പരിപാടി. ഇത്ര നേരം എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു. എല്ലാ കലാപരിപാടികളൊക്കെ ആസ്വദിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. എത്ര വർഷമായി BLM-ലുണ്ട് ചേട്ടൻ? 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തെ ആഘോഷത്തിൽ കഴിഞ്ഞ വർഷം ഓണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു BLM-ൽ? ഇല്ല, ഇത് BLM-ന്റെ കൂടെ ആദ്യത്തെ ഓണം. ആദ്യം എങ്ങനെയുണ്ട്? ഒരു പ്രത്യേകതരം ഫീലാണ് വളരെ. വേറെന്താണ് പറയാനുള്ളത് ഓണത്തെ പറ്റി? ഓണത്തിനെ പറ്റിയിട്ട് പഴയകാല ഓർമ്മകളിലേക്ക് നമ്മുടെ മാവേലിയൊക്കെ നാട് ഭരിച്ചിരുന്നൊരു കാലത്തേക്കുള്ള ആ ഒരു സമ്പൽ സമൃദ്ധി BLM-ലൂടെ എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. എവിടുന്നാ വരുന്നത്? കണ്ണൂർ തന്നെ. എങ്ങനെയുണ്ട് BLM-ലെ ഓണം? BLM-ലെ ഓണം അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താണ് ഓണത്തെ പറ്റി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം? ഓണത്തെ പറ്റി പിന്നെ എല്ലാവരും ഒരേപോലെ സമൃദ്ധമായിട്ട് ആഘോഷിക്കണം എന്നുള്ളതാണ് ഓണം ശരിക്കും പറഞ്ഞാൽ. BLM-ലെ ഓണത്തിന്റെ പ്രത്യേകത എന്താ? BLM-ന്റെ ഓണം വെച്ചാൽ BLM ഇങ്ങനെ ഒരു ഓണം ആഘോഷം തന്നെ കൂടാൻ തന്നെ കാരണം BLM എന്നൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് BLM-നെ കുറിച്ച് നല്ലൊരു നന്ദി രേഖപ്പെടുത്തിയാണ് ആദ്യമായിട്ട്. ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തതാണ്. എന്താണ് ഓണസദ്യയിൽ ഒത്തിരി ഇഷ്ടമുള്ള വിഭവം ഏതാ? ഓണത്തിൽ എനിക്ക് കൂട്ടുകറി ഇഷ്ടം, പിന്നെ പച്ചടി ഇഷ്ടം, എല്ലാ കറിയും ഇഷ്ടം തന്നെ. ഏത് കറിയാ ചേച്ചി നന്നായിട്ട് വെക്കുന്നേ? ഞാൻ എല്ലാ കറിയും വെക്കും. നല്ലൊരു ഫുഡും. പായസം ഏതാ ഇഷ്ടം? അത് പ്രഥമൻ. BLM-ലെ ഓണപരിപാടി എങ്ങനെയുണ്ട്? ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പരിപാടി തന്നെ. നമ്മുടെ BLM-ലെ നല്ല അടിപൊളി പരിപാടികളല്ലേ. എൻജോയ് ചെയ്തോ? ഓഹോ, എൻജോയ് ചെയ്തു. എങ്ങനെ ഡാൻസും പാട്ടൊക്കെ അല്ലേ? എൻ്റെ തന്നെ ഡാൻസ് ഉണ്ട്. ഒറ്റ സിംഗിൾ ഡാൻസ്? നമ്മളെ കുറച്ച് ഡാൻസുകളുണ്ട് BLM ബ്രാഞ്ചിൽ. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് BLM-ന്റെ ഏത് പരിപാടിക്കും നമ്മൾ ഡാൻസ് ചെയ്യും. നാടൻ ഡാൻസ് ഉണ്ട്, നാടൻ പരിപാടിൻ്റെ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് ചെയ്യും. എൻ്റെ പേര് സദാനന്ദൻ. എവിടെ? കണ്ണൂർ തന്നെ? കണ്ണൂർ ശ്രീകണ്ഠപുരം. ശ്രീകണ്ഠപുരത്ത് ഓണം എങ്ങനെയുണ്ട്? ശ്രീകണ്ഠപുരത്ത് ഓണം അടിച്ചുപൊളി ഓണമാണ്. അവിടെ നമ്മൾ ബിസിനസ് ഒക്കെ അടിച്ചുപൊളിയുണ്ട്. ബ്രാഞ്ചിൻ്റെ ശ്രീകണ്ഠപുരത്തെ ഓണമാണോ ഇവിടുത്തെ BLM-ലെ ഓണമാണോ? എല്ലാ ഭാഗത്തും ഓരോ വെറൈറ്റി ഓണം തന്നെ. നമ്മൾ ശ്രീകണ്ഠപുരത്ത് ഓണം നാളെ അടിച്ചു പൊളിക്കണത്തെ. ഇന്ന് നടക്കുന്നുണ്ട്. രാവിലത്തെ ഇവിടെ എല്ലാം അടിച്ചുപൊളി ഓണമായിരുന്നു. ഓണത്തിൽ നമുക്ക് ചെയർമാനും കൂടെ കിട്ടിയല്ലോ, അപ്പൊ കുറച്ചുകൂടെ ഭംഗിയല്ലേ? അതെ, നമ്മുടെ ജീവിതത്തിൽ 48 വയസ്സായി എനിക്ക്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെയർമാൻ്റെ കൂടെ ഒരു ഓണം ആഘോഷിക്കുന്നത്. അല്ലെ നമ്മൾ കുടുംബപരമായിട്ടാണ് ആഘോഷിക്കൽ. ഇത് വളരെയധികം നമുക്ക് ചാരിതാർത്ഥ്യ സന്തോഷമുണ്ട് ഇത് പങ്കെടുത്തതിൽ. ഇത് വന്നിട്ടില്ല, നമുക്ക് വലിയൊരു തീരാ നഷ്ടമായി പോയിരുന്നു. കളരിപ്പയറ്റ് ടീംസ് ആയിരുന്നു. നല്ല മനോഹരമായിട്ട് കളരിപ്പയറ്റ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച നമ്മുടെ കുരുന്നു കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് എല്ലാവരും പേര്? വൈഗ, അലൈന, അനയ, അനീഷ്, പാർവണ, നൈനിക. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഇവിടുത്തെ? സൂപ്പർ. BLM-നെ പറ്റി അറിയാമോ? അറിയില്ല. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ, സന്തോഷാണോ? ചെയർമാനെ കണ്ടോ? കണ്ടു. ഓണസദ്യ ഉണ്ടോ? ഉണ്ടോ? കഴിച്ചു? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സംസാരിക്കും. ഇഷ്ടപ്പെട്ടോ? വേറെന്തൊക്കെയാണ്? സ്കൂളിൽ ഓണപ്പരേഡ് ഒക്കെ കഴിഞ്ഞോ? നാളെയാ? അവിടെ ഉണ്ട് കളരിപ്പയറ്റ്? ഉണ്ട്, സ്കൂളിലുണ്ട്. ഇല്ല. എത്ര നാളെടുത്ത് പഠിച്ച കളരിപ്പയറ്റ്? ഇപ്പൊ 7 മാസത്തിനടുത്തായി. 7 മാസം. ഭയങ്കര ഇഷ്ടമാണ് കളരിപ്പയറ്റൊക്കെ. എന്നെ അടിച്ചു വീഴ്ത്തൂല്ലേ? ശരി, എന്നാ ഹാപ്പി ഓണം. എന്താണ് അമ്മേ പേര്? വസന്തകുമാരി. വയസ്സെത്രണ്ടോ? ചോദിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല, 64. 64 വയസ്സുണ്ട്. അപ്പൊ 64 വയസ്സില് ഓണാഘോഷത്തില് ഒക്കെ പങ്കുചേർന്നിട്ടുണ്ടോ? ഒക്കെ ഉണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്താണ്? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ അങ്ങനെ ഒരു പറയത്തക്ക ഓർമ്മയൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. എല്ലാവരും കൂടി ഉള്ള ഒരു ഓണം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മക്കളെല്ലാവരും ഒന്നിച്ച് കൂടിയ ഒരു ഓണം. അതെനിക്ക് ഒരുപാട് ഇഷ്ടം. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിപൊളിയാണ്, നല്ല ഓണം. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഞാനില്ല, ഒരു 2-3 വർഷമായിട്ടുള്ളൂ.
അത്രേ. വർഷത്തെ ഓണപരിപാടിക്ക് വന്നിട്ടുണ്ട്. ഇല്ല ആദ്യമായിട്ടാ ഓണപ്പരിപാടി. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ചെയർമാൻ സാറ് ഒപ്പൊരു വേദി അല്ലേ? സന്തോഷല്ലേ? വളരെ സന്തോഷം. ഉഷ ഉഷ സുപ്രഭ. എങ്ങനെയുണ്ടായിരുന്നു ഓണപരിപാടി? കളറായില്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഇതിലാരും നന്നിട്ട് കുക്ക് ചെയ്യുന്നത് ഓണസദ്യ? ഇന്നലെ ഒരു ഓണസദ്യ ഉണ്ടായിരുന്നു, അതിൽ കുക്ക് ചെയ്ത് കൊണ്ടുപോയി. ആണോ? എന്നെ വിളിക്കോ ഓണസദ്യക്ക്? കഴിഞ്ഞില്ല, ഇന്നലെ കഴിഞ്ഞു പോയി. അല്ലേ വിളിക്കുമായിരുന്നു. നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം ഏതാ? നന്നായിട്ട് ഉണ്ടാക്കിയ ഒരു വിഭവം ഏതാ ഓണസദ്യ ഉണ്ടാക്കിയത്? അവിയൽ. പായസത്തിലുണ്ട് 2. ഇന്നലത്തെയാണോ ഇന്നത്തെയാണോ? എത്രയാണെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഏതാ? പായസം ഉണ്ടാക്കും, നല്ല ഇതില്. എല്ലാം ഉണ്ടാക്കും. അത്ര ഇഷ്ടമുള്ള ഏതാ കഴിക്കാൻ ഓണസദ്യയില്? പാൽപ്പായസം തന്നെ, പായസം തന്നെ. പ്രഥമൻ. ഇവിടുന്ന് കഴിച്ചു കിട്ടിയോ പ്രഥമനൊക്കെ? ഇവിടുന്ന് കിട്ടി. പ്രഥമനല്ല, ഗോതമ്പ് പായസ. നല്ലില്ലായിരുന്നോ? കുഴപ്പമില്ല, നല്ലായിരുന്നു. ചേട്ടൻ കൊറേ ചേട്ടൻ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിപ്പുണ്ട്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം പരമസുഖം. എന്താണ് ഓണവിശേഷം പുതിയത്? ഓണം വിശേഷം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അടിച്ചു പൊളിക്കണം. നമ്മൾ രണ്ടാളും അടിച്ചു പൊളിക്കും. വീട്ടിലത്തെ ഓണാഘോഷവും ബിഎൽഎമ്മിൽ വന്നതിന് ശേഷമുള്ള ഓണാഘോഷവും എന്താണ് വ്യത്യാസം? എന്താ ഇതിലെ ഒരു പ്രത്യേകത? പബ്ലിക് ഇത്തിരി കൂടുതൽ ഒരുമിച്ചിട്ട് കഴിക്കാൻ പറ്റിയതിന് വലിയ ഭാഗ്യം. അതിന് വളരെ സന്തോഷം. പിന്നെ ഈ BLMൻ്റെ ഇത് പ്രവർത്തനം അതിഗംഭീരമാണ്. അത്രേ പറയാനുള്ളൂ. ചെയർമാൻ സാറിനെ കാണാൻ കഴിഞ്ഞത് ഏറ്റവും ഭാഗ്യമായിട്ട് കാണുന്നു. വളരെ സന്തോഷമല്ലേ മൊത്തത്തില്? അടിപൊളി ഫുഡും അടിപൊളിയായിരുന്നു. ഹാപ്പി. ശരി, ഹാപ്പി ഓണം. ചേച്ചിയുടെ പേരെന്താ? പേര് സുമ. ചേച്ചി മോനല്ലേ? അനുസ്മിത്. ഓണപരിപാടി ഉഷാറായിരുന്നു. ഓണാഘോഷിച്ചു. ഓണസദ്യ കഴിച്ചോ? ഒത്തിരി ഇഷ്ടപ്പെട്ട ഏതാ ഓണസദ്യയിലെ? പായസം. ഏത് പായസമായിരുന്നു? ഗോതമ്പ് പാൽപ്പായസം കഴിച്ചു. ഇഷ്ടമാണ്. അമ്മ ഓണസദ്യ ഉണ്ടാക്കി തരുമോ വീട്ടില്? ഏറ്റവും ഇഷ്ടം ഏതാ കഴിക്കാൻ? അതിനകത്ത് ഏറ്റവും ഇഷ്ടം ഏതാ കഴിക്കാന് ഓണസദ്യയില്? സാമ്പാറ് മേടിച്ചിട്ടു. ആണോ? സ്കൂളിലത്തെ കഴിഞ്ഞോ? ഓണപ്പരിപാടി കഴിഞ്ഞോ? ആണോ? എങ്ങനെ, സന്തോഷമാണോ? ആണ്. ഗെയിംസിനൊക്കെ കയറിയിട്ടുണ്ടോ? ഓണപ്പരിപാടിക്ക് ഗെയിംസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏതിനാ? കസാരക്കളി, മ്യൂസിക്കൽ ഹാറ്റ്. കസാരകൾക്കൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? മ്യൂസിക്കൽ ഹാറ്റ്. പുലിവേഷം കിട്ടിയിട്ട്. ഹാപ്പി അല്ലേ? എങ്ങനെയാണ് വീട്ടിലത്തെ ഓണാഘോഷവും BLMൽ വന്നതിന് ശേഷമുള്ള ഓണാഘോഷം എങ്ങനെയാണ്? BLM വന്നത് പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ്. എത്ര വർഷമായിട്ട് ചേച്ചി BLMലുണ്ട്? ഞാൻ 5-6 മാസം അത്രയായിട്ടു. 5-6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓണമാണ് BLMനൊപ്പം. എങ്ങനെ സ്പെഷ്യലായോ? സ്പെഷ്യലാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു ചെയർമാന് ഒപ്പമുള്ള ഒരു ഓണാഘോഷം. ഇപ്പോൾ ചേച്ചിക്ക് ആദ്യമായിട്ട് BLMന് വന്നപ്പോൾ തന്നെ ചെയർമാൻ്റെ ഒപ്പം ഒരു ഓണാഘോഷം കിട്ടി അല്ലേ? എന്താണ് പറയുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഓണാഘോഷമൊക്കെ BLMൻ്റെ? നല്ല രസമുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. എന്താണ് ഒത്തിരി ഇഷ്ടമായത്? ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? രംഗപൂജയാണോ തിരുവാതിരയാണോ? എന്താണ് ഇഷ്ടമായത്? കോൽക്കളി ഡാൻസ് ഉണ്ടായില്ലേ തിരുവാതിര, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് ഓണസദ്യ കഴിച്ചോ? അടിപൊളിയായിരുന്നു. BLMനെ പറ്റി എന്താണ് അറിയാവുന്നത്? BLMനെ പറ്റി അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. ഉമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് മാത്രമേ അറിയില്ലൂ. എത്ര വർഷമായിട്ട് ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്? 1.5 year ആയി തോന്നുന്നു. ഓണം എന്ന് പറയുമ്പോൾ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം എന്താ? അനക്കങ്ങനെയാണെങ്കിൽ പൂ ഇടില്ല? അത്തപ്പൂ ഇടാറുണ്ട്? അങ്ങനെ അങ്ങനെ പല വീട്ടിലും പോയി പൂ പറിച്ചിട്ട് വന്നിട്ട് ഇടും. ഓക്കെ. സ്കൂളിലാണോ ചെയ്യുന്നത് അങ്ങനെ, അതോ വീട്ടിലോ? വീട്ടിലിടലുണ്ട് എല്ലാ വർഷവും. ഓക്കെ. എല്ലാവരും ഹാപ്പിയാണോ? അപ്പം ശരി, ഹാപ്പി ഓണം. 3 സുന്ദരി കുട്ടികളാണല്ലോ. എന്താണ് പേര്? നന്ദന, തനുശ്രീ, സഞ്ജന. BLMനെ പറ്റി എന്താണ് അറിയാം? എങ്ങനെ അറിയാം? സ്റ്റേജിലൊക്കെ കയറുന്നത് കണ്ടല്ലോ 3 ഞങ്ങളെ പാരൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. BLMലെ ഓണാഘോഷം ആദ്യമായിട്ടാണോ അറ്റൻഡ് ചെയ്യുന്നത്? അല്ല, ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തു. ആണ്. എങ്ങനെയുണ്ട് BLMൽ? സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാറില്ല ഓണം? സ്കൂളിലെയും BLMലെ ഓണാഘോഷം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്കൂളിൽ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട്, ഇവിടെ കസിൻസും
പിന്നെ അങ്ങനെ പോലെ അതാ അവരാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരെപ്പോഴുള്ള ഒരു ഓണാഘോഷം. എത്ര വർഷമായിട്ടുണ്ട് BLM-ൽ? ഞാൻ ഇപ്പം 4 വർഷം. ഈ 4 വർഷവും ചേട്ടൻ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ BLM-ൽ വന്ന്? BLM-ൽ വന്ന് എല്ലാ വർഷവും ഓണം ആഘോഷിച്ചിട്ടില്ല. ഇതാ പിന്നെ ചെയർമാനോടുള്ള ആദ്യത്തെ ഓണമാണ്. പിന്നെ മറ്റേ BLM-ൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് പിന്നെ ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ പിന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മൾ നടത്തിയിട്ടുമുണ്ട്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാര്യത്തിനകത്ത് സദ്യയൊക്കെ കഴിച്ചോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 10 തരം കൂട്ടം കറികളും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ പ്രിയങ്കരനായ ചെയർമാനോടൊപ്പം ഇരുന്ന് പിന്നെ ഈ സദ്യ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ നമ്മൾ മഹാഭാഗ്യമായിട്ട് കണക്കുകൂട്ടുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ഓണം BLM-ൽ? ഓണം BLM ഓണം തിമിർത്തോണായി. അടിപൊളി ഓണം. വേറെന്താ പറയാനുള്ളത് BLM-ൽ വന്നതിന് ശേഷം? BLM-ൽ വന്നതിന് ശേഷം ഞങ്ങളെ ജീവിത സാഹചര്യമെല്ലാം മാറി. BLM ചെയർമാൻ എന്ന് പറയുന്നത് നമ്മളെ ദൈവമായി കാണുന്നുണ്ട്. എന്താണ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ തന്നെയാ ഓണവിശേഷം, എല്ലാ കാര്യങ്ങളും ഇതുപോലെ. ഓണവിശേഷം എങ്ങനെയുണ്ട്? അടിപൊളി. നാട്ടിൽ എങ്ങനെയായി ഓണത്തിന്റെ സെലിബ്രേഷനൊക്കെ, ആഘോഷമൊക്കെ? ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വീട്ടിൽ ഓണം ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷിക്കലുണ്ട്. വീട്ടിലത്തെ ഓണവും BLM-ലെ ഓണവും എങ്ങനെയുണ്ട്? തമ്മിലെ വ്യത്യാസം? അത് ചെറിയൊരു കുടുംബം, ഇത് വലിയൊരു കുടുംബം, അതാണ് വ്യത്യാസം. അപ്പൊ ചേച്ചി എന്തുണ്ട്? സുഖമാണ്. BLM-ൽ ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ, ചെയർമാനെ കാണാൻ കഴിഞ്ഞു. നല്ല ഓണം, അടിപൊളി ഓണം. അടിപൊളി, കളർഫുൾ ആണ്. അപ്പുവാണ്. ഓക്കെ, ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ്റെ മനസ്സിലൊക്കെ വരുന്ന ഒരു കാര്യം എന്താണ്? പഴയ കാലത്തെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഓർമ്മ വരുക. അതിനുശേഷം ഇപ്പം സംബന്ധിച്ച് BLM തന്നെയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കളർഫുൾ ഓണമാണ്. BLM വന്നിട്ട് 1 വർഷമായുള്ളൂ. എന്തായാലും ചെയർമാനെ കാണാൻ പറ്റി. ആദ്യത്തെ ഓണമാണ്. ആദ്യത്തെ ഓണത്തിൽ തന്നെ ചെയർമാനെ കാണാൻ പറ്റി. വളരെ സന്തോഷം. ചേട്ടൻ്റെ പേരെന്താണ്? രാജീവ്. ഏത് ബ്രാഞ്ചിലെയാ? കല്ലിക്കണ്ടി ബ്രാഞ്ച് കോർഡിനേറ്റർ. എത്ര വർഷമായിട്ട് BLM-ലുണ്ട്? 8 വർഷം. 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ 8 വർഷത്തെയും ഓണാഘോഷത്തിലൊക്കെ പങ്കുചേരാറുണ്ടോ BLM-ൽ? BLM-ല് നമ്മളെ ബ്രാഞ്ചിൽ തന്നെ ഓണാഘോഷം നടത്താം. എങ്ങനെ ഉണ്ടായിരുന്നു? ബാങ്കിൽ ഓണാഘോഷമായിരുന്നു, ഇവിടെ ചെയർമാൻ്റെ ഒപ്പം ഓണാഘോഷമായിരുന്നു നല്ലത്? ചെയർമാൻ്റെ ഒപ്പം ഉള്ളതെന്ന് പറയണ്ടല്ലോ പ്രത്യേകിച്ച്. സദ്യ കഴിച്ചോ? നമ്മൾ ലാസ്റ്റ് കഴിക്കണം. ഏറ്റവും ലാസ്റ്റില്. ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്താണ്? തുമ്പി കളിയും പൂവിടലും എല്ലാണല്ലോ. പിന്നെ ഒരു കൂട്ടായ്മ, സന്തോഷം, അതൊക്കെയാണ് നമ്മളെ കുടുംബങ്ങളായിട്ട് ഒത്തുചേരാനുള്ള ഒരു അവസരം. ചേട്ടൻ്റെ സംസാരം കേട്ടിട്ട് പണ്ട് നാട്ടുപുറങ്ങളിലൊക്കെ ഓണം പരിപാടി നടക്കുന്നതിൽ മെയിൻ ആയിരുന്നെന്ന് തോന്നുന്നല്ലേ? അതൊക്കെ ഡാൻസും നാടകവും എല്ലാം കളിക്കുന്ന കൂട്ടത്തിലേക്ക് കളിപ്പിക്കുകയും ചെയ്യും ക്ഷേത്രങ്ങളിലെല്ലാം. ഇപ്പോഴും ചെയ്യോ? ഇപ്പം ചെയ്യും. സന്തോഷല്ലേ? എന്തൊക്കെയുണ്ട് ഓണാഘോഷമൊക്കെ എവിടെ വരെയായി നാട്ടിലെയും വീട്ടിലേക്ക്? അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുന്നു. BLM-ൽ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ലതായിരുന്നു. അടിപൊളി തിമിർത്തോണം തന്നെ. സൂപ്പർ തിമിർത്തോണം. എങ്ങനെയുണ്ട് ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? കുട്ടിക്കാലത്തെ ആണെങ്കിലൊക്കെ കുട്ടിക്കാലത്താകുമ്പോൾ നമ്മൾ പൂക്കോട്ടയെല്ലാം എടുത്ത് പൂ പറിക്കാനെല്ലാം പോകുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ടൗണിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പണ്ടൊന്നും അങ്ങനെ ഡ്രസ്സിൻ്റെ ഇതൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും ഓണക്കോടി ഒരു പ്രചാരം. വേറെന്താണ്? സദ്യയൊക്കെ ഒരുക്കോ വീട്ടിൽ? സദ്യയെല്ലാം ഒരുക്കും. ഒത്തിരി ഇഷ്ടമുള്ള വിഭവം ഏതാ? ഒത്തിരി ഇഷ്ടം ഓലൻ. എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറുള്ള പാലൊഴിച്ച് പച്ചടി, അതാണോ? പച്ചടിയല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അതാണ് ഒത്തിരി ഇഷ്ടം. ഓക്കെ, പായസത്തിലോ? പ്രഥമൻ ഇഷ്ടം. ഇവിടുത്തെ പായസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? കുഴപ്പമില്ല. ഓക്കെ, BLM-ൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫൊക്കെ? BLM-ൽ വന്നതിന് ശേഷം ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ലൈഫിൽ നല്ല മാറ്റമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതന്നെ ഏറ്റവും വലുത്. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നു നല്ല രീതിയിൽ. സൂപ്പർ. ഞാനിപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. നല്ല അടിപൊളിയായിട്ട് പോകും. അടിപൊളി തന്നെ, നല്ല തന്നെ. BLM-ൽ വന്നതിന് ശേഷം നമുക്ക് നല്ല ഇത് തന്നെ. പേരെന്താണ്? ഹാജിറ. ഓക്കെ, അപ്പം ഞാൻ കേട്ടത് ചേച്ചി എല്ലാ പ്രോഗ്രാമിനും BLM-ന് പ്രോഗ്രാമിന് ഹാജറാന്നാണ്. പേരങ്ങനെ തന്നെയല്ലേ? ഹാജറ. എന്തൊക്കെയുണ്ട് ഓണാഘോഷം എവിടെ വരെയായി?
ഓണാഘോഷം ഇങ്ങനെ അടിച്ചുപൊളിയായി പോകുന്നുണ്ട്. എന്തുണ്ട് ചെയർമാനൊക്കെ ഒത്തുള്ള ഒരു ഓണമല്ലേ ഇത്തവണ കിട്ടിയത്? സന്തോഷമാണോ? വളരെയധികം സന്തോഷമായി. എത്ര വർഷമായിട്ടുണ്ട് BLM-ൽ? ഞാൻ 3 വർഷം കഴിഞ്ഞു BLM-ൽ വന്നിട്ട്. 3 വർഷത്തെ ഓണം മറ്റുള്ള ഓണം തമ്മിലുള്ള വ്യത്യാസം എന്താ BLM-ൽ വന്നതിന് ശേഷം? BLM-ൽ വന്നാൽ തന്നെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. എന്താണ് എൻ്റെ ഞാനൊരു റിസപ്ഷനിലെ സ്റ്റാഫായിരുന്നു. ആ സ്റ്റാഫ് ഇന്ന് ഈ കാണുന്ന നിലയിലാവാൻ പറ്റിയത് എനിക്ക് BLM-ൽ വന്നിട്ട് മാത്രമാണ്. എൻ്റെ മോനൊരു നല്ല ജോലിയാക്കാനും എനിക്ക് എല്ലാവരും ഈ BLM-ൽ വന്നിട്ട് സാധിച്ചു. എൻ്റെ തങ്കമണി. ഏത് ബ്രാഞ്ചിലാണ്? വടകര ബ്രാഞ്ചിലാണ്. വടകര ബ്രാഞ്ചിൽ ഓണാഘോഷം കഴിഞ്ഞോ? 2 പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം 2 പ്രാവശ്യം ഓണാഘോഷം ഉണ്ടായിരുന്നു. 2ഉം അടിപൊളിയാണ്. ഒന്ന് ഇന്നലെ കഴിഞ്ഞു, ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിലാണ് കഴിഞ്ഞത്. അത് പുതിയ ബ്രാഞ്ച് കിട്ടിയതിന് ശേഷമാണ് ഇന്നലത്തെ ഓണാഘോഷം ഞങ്ങൾ പങ്കിടുന്നത്. അടിപൊളിയായിരുന്നു. BLM-ൽ ഓണം മെമ്മറി എങ്ങനെയാ? നല്ല ഓർമ്മകളൊക്കെ അല്ലേ BLM-ൽ വന്നതിന് ശേഷം? എന്താണ് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മക്കളെ പോലെയാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്നേഹമാണ്, എല്ലാവരും നല്ല സ്നേഹമാണ്. സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനോ എല്ലാം നല്ല അടിപൊളിയാണ്, ഉഷാറാ. ചേട്ടൻ്റെ പേരെന്താ? പേര് പ്രഭാരൻ. എന്താണ് ഓണത്തെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് BLM-ൽ വന്നതിന് ശേഷം? BLM-ന് വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും വെച്ചാൽ ഒരു കുടുംബത്തിനോടാണ് നമ്മൾ BLM. കാരണം എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ വർഷത്തെ ഓണം എന്ന് വെച്ചാൽ ഡബിളാണ്. കാരണം എന്ന് വെച്ചാൽ വടകര ഒന്ന് കഴിഞ്ഞ് നമ്മളേത് ബ്രാഞ്ചിലെ അതുപോലെ മൊത്തത്തിലൊരു 10-13 ബ്രാഞ്ചിൻ്റെ കൂടിയാണ് നമ്മളിന്ന് കൂത്തുപറമ്പിൽ നടത്തുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെ ജീവിത തോതിലൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്ന് BLM ചെയ്യുന്നത്. ജനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചും ഒരു വരുമാന മാർഗവും രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കുടുംബത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം കൂടിയുള്ളതാണ് BLM. കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അവർക്കും മുട്ടില്ല താനും ൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടനെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം ചെറുനഴിയും കള്ളത്താരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആഹാ, നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ. അപ്പം മാവേലിയെ കണ്ടോ? കണ്ട് ഹാപ്പിയാണ്? മാവേലിയും ഹാപ്പിയാണ്? ചോദിച്ചോ മാവേലിയോട് ഹാപ്പിയാണോ എന്ന്? നിങ്ങളൊക്കെ പ്രജകളൊക്കെ കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഓക്കെ, എല്ലാ M5 ചാനൽ പ്രേക്ഷകർക്കും എൻ്റെയും BLM-ൻ്റെയും ഓണാശംസകൾ. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം BLM-ലെ ഫാമിലി മെമ്പേഴ്സിനൊപ്പം ഒരു ഓണം പങ്കിടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? തീർച്ചയായിട്ടും വളരെ സന്തോഷം. സ്നേഹത്തിൻ്റെയും അതുപോലെ ആത്മാർത്ഥത്തിൻ്റെയും നാടാണ് കണ്ണൂർ. അതിൽ ഓണത്തിന് അവരുടെ കൂടെ പങ്കെടുത്തതിന് വളരെ സന്തോഷം. നല്ലൊരു ഓണമായിരുന്നു. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. BLM-ന് ഇന്ന് ഇരട്ടി മധുരമാണ്. ഒന്ന്, പേര് പോലെ തന്നെ ആകെ തിമിർത്താടിയ തിമിർത്തോണം. 2, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഉദാത്ത മാതൃകയായ BLM ഓർക്കിഡ് വില്ലകളുടെ താക്കോൽ ദാനവും ആർ പ്രേംകുമാർ സർ നിർവഹിച്ചു. ഇതോടെ ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി തുടങ്ങിയ ഓണം എന്ന വാക്കിൻ്റെ വിശേഷണങ്ങൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. M5-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും BLM-ലെ എല്ലാ അംഗങ്ങൾക്കും ഓണാശംസകൾ.